ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഈ എമ്പുരാൻ്റെ വിഷയങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും പല പല റീസൺസാണ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ യഥാർത്ഥ റീസൺസ് വെളിയിൽ വന്നിട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും വിചാരിക്കുന്ന പോലെ OTT പ്രശ്നങ്ങളും 70 കോടി 80 കോടി 100 കോടിയോ കാര്യങ്ങളൊന്നും അല്ല വെളിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് കാര്യം എന്നുള്ളത് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ വ്യക്തതയോടുകൂടി വെളിയിൽ വന്നിട്ടുണ്ട്. ഇത് മോഹൻലാൽ ഫാൻസുകാരോ അതോ അതിനകത്തുള്ള ക്രൂ മെമ്പേഴ്സോ ആണ് ഈ ഒരു പ്രശ്നങ്ങളെ വലിയൊരു വിഷയമാക്കി. ഇതിൻ്റെ OTT പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇത് റിലീസ് നീണ്ടുപോകുന്നത്, ബിസിനസ്സുകളൊന്നും നടന്നിട്ടില്ല എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഒരു വശത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അതല്ല യഥാർത്ഥ റീസൺസ് എന്ന് വെളിയിൽ വന്നിട്ടുണ്ട്. എന്താണ് റീസൺ നമ്മൾ നോക്കുമ്പം ഇതിലെ ഒൺ ആൻഡ് ഒൺലി പ്രശ്നം എന്ന് പറയുന്നത് ലൈക്ക പ്രൊഡക്ഷൻസാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക ഈ സിനിമ ഏറ്റെടുത്തപ്പോഴത്തേക്കും എല്ലാവരും പറഞ്ഞു ഇൻ്റർനാഷണൽ മാർക്കറ്റ് കീഴടക്കാൻ പറ്റുന്ന ഒരു കമ്പനി കൂടെ ഉള്ളപ്പോൾ പിന്നെ ലാലേട്ടൻ്റെ ആറാട്ടായിരിക്കും എന്നാണ് എല്ലാവരും പറഞ്ഞത്. പക്ഷേ ലൈക്കയാണ് ഇപ്പം മോഹൻലാലിൻ്റെ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് പണി കൊടുത്തിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞതുപോലെ ലൈക്കയുടെ അവസാനത്തെ 4-5 ചിത്രങ്ങൾ വലിയ ഫ്ലോപ്പാണ്. വലിയ ഫ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോ ബഡ്ജറ്റ് സിനിമയ്ക്ക് കിട്ടേണ്ട കളക്ഷൻ പോലും ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അതായത് അതിൻ്റെ വിതരണക്കാർക്ക് പോലും നഷ്ടം സംഭവിച്ച സാഹചര്യത്തിൽ വിദേശ രാജ്യങ്ങളിൽ ഈ സിനിമ റിലീസ് ചെയ്യണമെങ്കിൽ വിദേശ രാജ്യങ്ങളിലുണ്ടായ നഷ്ടങ്ങൾ നികത്തി കൊടുക്കണം ലൈക്ക. കാരണം വിദേശ രാജ്യത്ത് ഡിസ്ട്രിബ്യൂഷൻസ് എടുത്ത കുറേ പേർക്ക് വലിയ നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊന്നും നികത്തി കൊടുക്കാൻ ഇതുവരെ ലൈക്ക തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ലൈക്കയുടെ പേരിലുള്ള ഒരു സിനിമയും അവർ വെളിയിലോട്ട്, അതായത് ലൈക്കയുടെ പേരിൽ ലൈക്കയ്ക്കാണ് ഇതിൻ്റെ ഔട്ട്സൈഡ് ഇന്ത്യ റിലീസ് ചെയ്യാനുള്ള റൈറ്റ്സ് ഉള്ളത്. അപ്പം അവരുടെ പേരിലുള്ള ഒരു സിനിമയും ഔട്ട്സൈഡ് ഇന്ത്യയിൽ റിലീസ് ചെയ്യിപ്പിക്കില്ല എന്നാണ് വിതരണക്കാർ പറയുന്നത്. അപ്പം അതാണ് ഇതിൻ്റെ പ്രധാന കാരണം. അല്ലെങ്കിൽ ലൈക്ക ഇതിൻ്റെ ബാധ്യതകളൊക്കെ തീർക്കണം. അത് ബാധ്യതകളൊക്കെ വലിയ ബാധ്യതകളാണ്, അത് തീർക്കാൻ പറ്റുന്ന ബാധ്യതകളല്ല. അതുകൊണ്ട് തന്നെയാണ് ലൈക്കയെ എങ്ങനെയെങ്കിലും മാറ്റി വേറൊരു പ്രൊഡക്ഷൻ കമ്പനിയെ കൊണ്ടുവരാൻ വേണ്ടി അവർ പ്ലാൻ ചെയ്യുന്നത്. അതാണ് യഥാർത്ഥ സംഭവം. അല്ലാതെ വേറെ ഒരു കാര്യവുമല്ല ഇതിനകത്ത്. OTT ബിസിനസ്സൊക്കെ ആഫ്റ്റർ റിലീസേ നടക്കുള്ളൂ, അല്ലെങ്കിൽ ഇതിൻ്റെ എന്തെങ്കിലുമൊക്കെ ചെറിയ ടേംസ് ആൻഡ് ഇതിൽ മാറി നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അതൊന്നുമല്ല ഇതിൻ്റെ റിലീസിൻ്റെ പ്രധാന കാരണം. അപ്പം ലൈക്ക എങ്ങനെയാണ് ഇനി ഇതിനെ മറികടക്കുക, അല്ലെങ്കിൽ ലൈക്കയ്ക്ക് ഇതുവരെ അവർ മുടക്കിയ പൈസയെ അവരുടെ ചെറിയൊരു പ്രോഫിറ്റ് അവർക്ക് കൊടുക്കേണ്ടി വരും, എന്നിട്ട് വേറൊരു കമ്പനിയെ കൊടുക്കണം. പക്ഷേ ഇത്രയും വലിയൊരു സിനിമയെ ഏറ്റെടുക്കാൻ ഏത് കമ്പനി തയ്യാറാകും? അതൊക്കെയാണ് ഹോംബാലയിലും ബാക്കിയുള്ള വലിയ വലിയ സിനിമാ കമ്പനികളിൽ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ ബിസിനസ് കാരണമാണ് നടക്കാത്തതെന്ന് ഒരു മമ്മൂട്ടി ഫാൻസും പറഞ്ഞുകൊണ്ട് വരണ്ട. ഇതിൻ്റെ ബിസിനസ് അല്ല, ബിസിനസ്സൊക്കെ നടന്ന് കഴിഞ്ഞു, അല്ലെങ്കിൽ ബിസിനസ്സിലൊക്കെ ഏകദേശം ടേംസ് ഒപ്പിച്ച് കഴിഞ്ഞു അവർ. പക്ഷേ ഇതിൻ്റെ റിലീസ് നടക്കണമെങ്കിൽ ലൈക്ക ഈ ബാധ്യതകൾ തീർക്കണം, അല്ലെങ്കിൽ വേറൊരു കമ്പനി ഏറ്റെടുക്കണം, ലൈക്കയ്ക്ക് അവർ മുടക്കിയ പൈസകൾ തിരിച്ചു കൊടുക്കണം എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ആ ഒരു കാരണം കൊണ്ടാണ് ഈ റിലീസ് ഇപ്പം അനിശ്ചിതത്വം നിൽക്കുന്നത്. കാരണം വെച്ചാൽ ഈ സിനിമയിൽ ഒരിക്കലും റിലീസ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും റിലീസ് ചെയ്തിരിക്കും. കാരണം അവർ 27-ാം തീയതി റിലീസ് ചെയ്യും. അതിന് മുമ്പേ വേറൊരു കമ്പനിയെ കണ്ടുപിടിക്കും. ഇപ്പോൾ വെളിയിലുള്ള കമ്പനികൾക്കൊന്നും ഇതിൻ്റെ മുടക്കിയ മുതൽ എന്നൊക്കെ പറയുന്നത് അവർക്ക് നിസ്സാരമായിട്ടുള്ള എമൗണ്ടാണ്. കാരണം ഒരു നടന് കൊടുക്കുന്ന ശമ്പളം പോലും വേണ്ട അവർക്ക് വെളിയിലുള്ള. അതായത് ഇപ്പം തമിഴ് ഇൻഡസ്ട്രി ആണെങ്കിലും തെലുങ്കാണെങ്കിലും അവർക്കൊക്കെ ഒരു നടന് കൊടുക്കുന്ന ശമ്പളം മാത്രമായിരിക്കും ചിലപ്പം അവർക്ക് ഈ ഒരു സിനിമയ്ക്ക് മൊത്തത്തിൽ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരിക. അതുകൊണ്ട് അവരെന്തായാലും ഒരു സിനിമ കമ്പനി എടുക്കും. കാരണം ലൂസിഫർ പോലത്തെ ഒരു വലിയ ബ്രാൻഡിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ അത് ഉറപ്പായിട്ട് അവരെടുക്കും. അപ്പം ഈ സിനിമ ഉടനെ 27-ാം തീയതി റിലീസിന് വരും. എന്തായാലും നമുക്കിപ്പോൾ ഒരു 3-4 ദിവസത്തിനകത്ത് അതിൻ്റെ ട്രെയിലർ വരുമെന്ന് തന്നെ ഉറപ്പിച്ച് പറയാം. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് സിനിമയുടെ കാര്യം. പിന്നെ ആരും തെറി വിളിച്ചുകൊണ്ടെന്ന് പറഞ്ഞാൽ സിനിമ നിങ്ങൾക്ക് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഡീസൻ്റായിട്ട് താഴെ കമൻറ്റ് ഇടാം. നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന്. അപ്പം ഞാനും അത് അംഗീകരിക്കുന്നു. ഞാൻ പറയുന്നത് നിങ്ങൾ അംഗീകരിക്കണമെന്ന് ഞാൻ ഒരു കാരണവശാലും ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. നന്ദി, നമസ്കാരം.